അവസാന പ്രവാചകൻ മദീനയിൽ വന്ന് താമസിക്കുമെന്ന് പൂർവകാല വേദങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഖിദ്മത്തെടുക്കാമെന്ന് കരുതിയാണ്. രാജാവ് പറഞ്ഞു, പറ്റുകയാണെങ്കിൽ ഞാനും ഇവിടെ നിൽക്കുമായിരുന്നു മൂപ്പർക്ക് ഖിദ്മത്തെടുത്തിട്ട്. പക്ഷെ ഞാൻ രാജാവാണല്ലോ, പോകല്ലാതെ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 399 സാധാ വീടും ഒരു ബംഗ്ലാവ് ഉണ്ടാക്കിയെന്നാണ്. ബംഗ്ലാവ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ബംഗ്ലാവ് പോലെ എന്ന് വിചാരിക്കേണ്ട. സാധാ വീട് എന്ന് പറഞ്ഞാൽ ഷെഡേക്കാര, അപ്പൊ ബംഗ്ലാവ് കുറച്ചുകൂടി വലുത് എന്ന് കണക്ക് കൂട്ടിയാൽ മതി. അങ്ങനെ 399 സാധാ വീടുകളും ഒരു വലിയ വീടുണ്ടാക്കിയിട്ട് ഈ 400 വേദപണ്ഡിതന്മാർക്ക് കൊടുത്തു. 399 കൊടുത്തിട്ട് 400ാമത്തെ വലിയ വീട് കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വീട് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് തരികയാണ്, പക്ഷെ നിങ്ങൾക്കുള്ളതല്ല. അവസാന പ്രവാചകൻ നിങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിൽ വന്നാൽ ഈ വീട് അദ്ദേഹത്തിന് താമസിക്കാൻ കൊടുക്കണം. നിങ്ങളുടെ മക്കളുടെ കാലഘട്ടത്തിലാണ് വന്നതെങ്കിൽ അവരോട് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കണം. പേരമക്കളുടെ കാലഘട്ടത്തിലാണെങ്കിൽ വസിയത്ത് ചെയ്യണം. ഒരു കത്തുണ്ടാക്കിയെന്നാണ്, വിശാലമായ ഒരു കത്ത്. യമനിലെ ഹിമ്യർ രാജാവിൽ നിന്ന് അവസാന പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതിയിട്ട് നിങ്ങൾക്ക് ഞാൻ വീടുണ്ടാക്കിയിട്ട് ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വന്നാൽ അതിൽ താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് ചുറ്റിമടക്കി കവറിലിട്ട് ഒട്ടിച്ചിട്ട് അയാളടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ സൂക്ഷിച്ചു വരണം. അങ്ങനെ ഏത് കാലത്താണ് അവസാന പ്രവാചകൻ വന്നതെങ്കിൽ ഇത് കൊടുക്കണം. കാലം കുറെ കഴിഞ്ഞു, 600 വർഷം ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞു എന്നാണ്. 1000 കൊല്ലം എന്ന അഭിപ്രായമുണ്ട്. 1000 വർഷം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുന്നത്. മദീനക്കാര് നബി തങ്ങൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി. വീടുകളൊക്കെ അലങ്കരിച്ചു, മാലബൾബൊക്കെ തൂക്കി എന്നൊക്കെ പറയാം. അന്ന് മാലബൾബ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട്. എന്തായാലും മാലബൾബൊക്കെ തൂക്കിയിട്ട് അലങ്കരിച്ച് ഉഷാറാക്കിയിട്ട് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയത് കണ്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളൊരു ഉപകാരം ചെയ്താൽ മതി, ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് വലിക്കാഞ്ഞാൽ മതി, ഞാൻ അതിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നഹാ മഅ്മൂറ, തീർച്ചയായും ഒട്ടകത്തോട് വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ കയറൊന്ന് വിട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു കയറ് വിട്ടു. അങ്ങനെ ആ ഒട്ടകം ബഹുമാനപ്പെട്ട അബൂദർ, ബഹുമാനപ്പെട്ട അൻസാരിയായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് വന്ന് കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറിയിട്ട് ആദ്യമായി ചോദിക്കുന്നുണ്ട്, ആ എഴുത്ത് എവിടെ? അപ്പോൾ അവർക്ക് അറിയില്ല, എഴുത്ത് അവിടെ ഉണ്ട്, പക്ഷെ അതിലെന്താന്ന് അവർക്ക് അറിയില്ലായിരുന്നു വീട്ടുകാർക്ക്. അവരാ എഴുത്തെടുത്തു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ എഴുത്ത് ആ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവിടെ താമസിച്ചു എന്നാണ്. ഞാനിതിപ്പോൾ പറഞ്ഞത് എന്തിനാ വെച്ചാല്, ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മുത്തുനബിക്ക് വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എന്തെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഭവം മഹ്ശറാണ്. ദുനിയാവ് കഴിഞ്ഞാല് എല്ലാരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. കോടിക്കണക്കിന് മനുഷ്യന്മാർ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവുന്നതാണ്. എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ച് പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലം മഹ്ശർ ഉണ്ടാവും. ഈ 50,000 കൊല്ലം ഹിസാബൊന്നും ഉണ്ടാവില്ല, വെറുതെ നിൽക്കുകയാണ് മേപ്പോട്ട് നോക്കിയിട്ട്. നെരിയാണി വരെ വിയർപ്പും, അര വരെ വിയർപ്പും, മൂക്ക് വരെ വിയർപ്പും, ചെവി വരെ വിയർപ്പും, വിയർപ്പിൽ മുങ്ങിത്താഴ്ന്നു വരും. സയ്യിദുൽ ഉലമ പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് പോകുന്നു. ആദം നബിന്റെ അടുത്ത് പോയിട്ട് രക്ഷയില്ലാതെ വരുമ്പോ മൂസാ നബി, ഈസാ നബി, നൂഹ് നബി, ഇബ്രാഹിം നബി അലൈഹിമുസ്സലാം അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇവിടുന്ന് ഒന്നാണ്ട് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും എന്നാണ്. അവസാനം മുത്തുനബിയുടെ അടുക്കൽ ചെല്ലും. സത്യത്തിൽ ഇപ്പൊ ഈ പറയാൻ പോണേല് നമ്മളെല്ലാരും ഉണ്ടാവുമല്ലോ. എന്തിനാ നമ്മൾ വെറുതെ ആദം നബിന്റെ അടുത്ത് പോണേ, നടക്കൂല എന്ന് ഉറപ്പല്ലേ. മുത്തുനബിന്റെ അടുത്തേക്കാണ് പോയാൽ മതിയല്ലോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയാണ് പോയാൽ ഒരു പ്രശ്നമുണ്ട്. അതിങ്ങോട്ട് ആ നടന്നാൽ നമുക്ക് ചിലപ്പം തോന്നും ഇങ്ങോട്ട് വരണ്ടിയെന്നില്ല, അവിടെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. പോയി നോക്കിയിട്ട് നടക്കൂലെന്ന് ഉറപ്പായിട്ട് അവസാനം നബി തങ്ങളെടുത്ത് വന്നിട്ട് ഇങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ പറയുന്ന ആളെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്വർഗത്തേക്കായാലും വേണ്ടില്ല, നരകത്തേക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് ഒന്നാണ് കഴിച്ചിലായി കിട്ടിയാൽ മതിയെന്ന്. സത്യത്തിൽ നമ്മളാരും നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് പറയില്ല.
നമ്മളെ മുമ്പിൽ നരകം എന്നുള്ള ഓപ്ഷൻ ഇല്ല. ആകെ ഒറ്റ ഓപ്ഷനുള്ളൂ, സ്വർഗത്തേക്ക് തന്നെ ആവണം. രണ്ടാമത്തെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് നരകത്തേക്കായാലും വേണ്ടിയില്ല എന്ന് പറയുന്നു എന്നുള്ളതിന്റെ ഉത്തരം പറയാൻ പോണേൽ അബൂജഹലുണ്ട് എന്നുള്ളതാണ്. ഈ പറയാൻ പോണേൽ അബൂജഹലുണ്ട്, ഈ പറയാൻ പോണേൽ നമ്രൂദ് ഉണ്ട്, പറയാൻ പോണേൽ ഫിറഔനുണ്ട്, പറയാൻ പോണേൽ ഖാറൂനുണ്ട്. അതുകൊണ്ടാണ് സ്വർഗത്തേക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് ഒന്നാണ് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിചാരിച്ചാലല്ലാതെ ഹിസാബ് തുടങ്ങൂല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് മഹ്ശറയുള്ളത്. ഇനി സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം മഹ്ശറയാണ്. അത് മുഹമ്മദ് നബിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കുന്നത് നമ്മളേക്കാരം. എന്താ കാരണം? മുത്തുനബിയാണ് കാരണം. ആദ്യമായി സ്വർഗപ്രവേശനം നൽകപ്പെടുന്നത് നമുക്കായിരിക്കും. എന്താ കാരണം? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു കാരണം. ആശിഖ്യങ്ങൾക്ക് മരണം ഇഷ്ടമായിരിക്കുന്നതാണ്. ആശിഖുകൾക്ക് മരണം ഇഷ്ടമായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വഫാത്തായിട്ട് മഹാനവർകൾ മദീനയിൽ നിന്ന് യാത്ര പോയി. ദൂരം സഞ്ചരിച്ച് മരുഭൂമിയിലൂടെ താണ്ടി പോയി. മഹാനവർകൾ കല്യാണമൊക്കെ കഴിച്ച് താമസാക്കി. നാട്ടുകാർ മഹാനവർകളെ വളരെ ആദരിച്ചു, ബഹുമാനിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം മൂപ്പർക്ക് മരണത്തിന്റെ അസുഖം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ കരയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കരഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്ര മോളെ, എന്തിനാ നീ കരയുന്നത്? ഞാൻ ഇത്ര കാലം എന്തിനാ കരഞ്ഞിരുന്നത്? അത് ഇന്ന് അവസാനിച്ചിട്ട് എന്റെ ഹബീബിനെ നാളെ കാണാൻ വേണ്ടി പോവുകയല്ലേ എന്ന് പറഞ്ഞ് സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ചിരിച്ചു എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ താൻ താമസിച്ചിരുന്ന കൊട്ടാരത്തിന്റെ ചുറ്റും വളഞ്ഞു നിന്നപ്പോ അലി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറയാണ്, ഉസ്മാനെ, നിങ്ങൾ ഇവിടുന്ന് മെല്ലെ ബാക്കിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് ഒന്നുകിൽ മക്കയിൽ പോയി അവിടെ ജീവിക്കണം, അല്ലെങ്കിൽ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന് രണ്ട് പ്രധാന മറുപടികൾ പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി, മുത്തുനബി ഉറങ്ങിക്കിടക്കണം, മദീന വിട്ടിട്ട് എനിക്ക് പോകാൻ തോന്നണില്ല എന്ന മറുപടിയാണ്. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് മദീന പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്ത് നിന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം വേണോ എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടിരുന്നു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ കാണാം. ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗമുണ്ടായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി ചെന്നപ്പോ നബി തങ്ങൾക്ക് രോഗമാണെന്നറിഞ്ഞപ്പോ സിദ്ദീഖിന് രോഗം ആരംഭിച്ചു എന്നാണ്. വീട്ടിൽ പോയിട്ട് പനിച്ചു കിടന്നു. നബി തങ്ങളുടെ രോഗം മാറി പള്ളിയിൽ വന്ന് സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചപ്പോ വരുന്നില്ല നബി എന്ന് പറഞ്ഞപ്പോ കാണാൻ ചെന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രോഗം മാറി എന്നാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു സങ്കടം ഉണ്ടായത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല എന്നല്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാലുമ്മ മുറിയായില്ല എന്നാണ്. വലംതു സുന്നതമൻ അഹ്യൽ أنشتقت قدماه الضر من ورم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ظلمت سنة من أحيا الظلام إلى أنشتقت قدماه. എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല എന്നല്ല സങ്കടം, നിസ്കരിച്ചിട്ട് കാലുമെന്ന് നീര് വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഉണ്ടായത് എന്നതാണ്. അതുകൊണ്ട് ഇഷ്ക് ഈമാനാണ്, ഇഷ്ക് ഈമാനാണ്. അത് അസ്ലാണ്, അത് അടിസ്ഥാനമാണ്. അമലു സ്വാലിഹാത്ത് ഫർആണ്. അസ്ലില്ലാത്ത ഫർഅ് കൊണ്ട് പ്രയോജനമില്ല, ഫർഇല്ലാത്ത അസ്ല് കൊണ്ട് പ്രയോജനമുണ്ട്. അതുകൊണ്ട് മുഹിബ്ബീങ്ങളാവുക, ആശിഖീങ്ങളാവുക, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി പഠിക്കുക, ജീവിതത്തിൽ കൊണ്ടു നടക്കുക. എപ്പോഴും ആലോചിക്കുക, ഗസ്റ്റ് വന്നാല് നമ്മളെ പെരയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ കയ്യത്തിനോടത്തുനിന്ന് കിട്ടുന്ന പുസ്തകം വേർത്തുങ്ങാണ്ട് വായിച്ചു നോക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് കയ്യത്തിനോടത്ത് വെക്കണ ബുക്ക് വരെ മുത്തുനബിനെ കുറ്റിട്ടായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളും ഉമ്മയും ഭാര്യയും എല്ലാരും കൂടിയും വണ്ടിയിൽ യാത്ര പോകുമ്പോ നമ്മൾ പാട്ട് വെക്കുമല്ലോ, അതുവരെ മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. അങ്ങനെ മദ്ഹിൽ അലിഞ്ഞു ചേർന്ന, ഇഷ്കിൽ അലിഞ്ഞു ചേർന്ന ഈമാന്റെ നിറകുടങ്ങളായ ജീവിതമായിരിക്കണം. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ്. അത് മുത്തുനബി ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം.